ഹലോ ഗൈസ്, നമുക്കൊരു സാറ്റർഡേ വ്ളോഗ് ആയല്ലോ. അങ്ങനെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഇന്ന് കോളേജിൽ PT ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ വരുന്നുണ്ട്. ആദ്യം അമ്മ നേരത്തെ വന്നതുകൊണ്ട് അവളും അമ്മയും കൂടി ആദ്യം പോയി. അതിനുശേഷമാണ് എന്റെ അമ്മേനെ എത്തി വന്നത്. ഏകദേശം ഒരു മാസമായിട്ടപ്പോൾ ഞാൻ വീട്ടിൽ പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കണം. ഇതിപ്പോ ഇന്റേണൽസ് നടക്കുന്നതുകൊണ്ടാണ് പോവാത്തത്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ പോകും. പിന്നെ ഇതാണ് എന്റെ ഒരേ ഒരു അനിയത്തി. പിന്നെ അമ്മമാരെ കയറ്റി വിട്ട് ഞങ്ങളൊരു സൈഡിലാണ് കയറിയിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 2 ഇൻവെർട്ടറുകളുണ്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് എന്റെ അമ്മൂന്റെയും ബർത്ത്ഡേക്ക് ഞാൻ വീട്ടിലാണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ചെറിയൊരു ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് തൃപ്പൂണിത്തുറയ്ക്ക് പോയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവള് ഞെട്ടിണ്ടായിരുന്നു. അതിൽ വലിയ ഞെട്ടല ഞാൻ ഇത് കഴിഞ്ഞിട്ടാൻ പോണം. അങ്ങനെ അവിടുത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മമാരെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇൻവെർട്ടറുകളില്ലേ, അതൊന്ന് എന്റെ നീത്തി, ഒന്ന് ആതിരേനോ. ഇനി ഇതാണ് എന്റെ ഒരേ ഒരു മമ്മി. അങ്ങനെ ഞാൻ മുന്നേ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ അവർ രണ്ടുപേരും കൂടി എനിക്കൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തുറക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമെന്നാണ്. കാരണം ഇത് എന്റെ അമ്മേനിയത്തിയാണ്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. സംഭവം ഞാൻ തുറന്നപ്പോൾ ഞെട്ടിപ്പോയായിരുന്നു. കുറച്ച് നാൾ മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സർപ്രൈസ് ആയിട്ട് മൂക്കുത്തി വാങ്ങിച്ചു തന്നാൽ മതി. അത് പിന്നെ അപ്പത്തെ ഫ്ലോക്കി പറഞ്ഞതാണെങ്കിലും അമ്മ ശരിക്കും ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എനിക്ക് അമ്മയ്ക്ക് മാച്ചിങ് മൂക്കുത്തിയായി. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ അവർക്ക് തിരിച്ചു പോണ സമയമായിട്ടാ. പിന്നെ ഞാൻ അടുത്ത ആഴ്ച വരുന്ന പറഞ്ഞാൽ അവരുടെ രാത്രിയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ ആദ്യം അമ്മയ്ക്ക് നമ്മുടെ വീഡിയോസിൽ മാത്രം കാണുന്ന കടവ് കാണുന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി. ഇന്നെന്താണെന്ന് അറിയില്ല, വരെ പറഞ്ഞുകൊണ്ടാന്ന് അറിയില്ല, നല്ല കാറ്റായിരുന്നു. പക്ഷെ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടി. ആ കാറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവരും തിരിച്ചു പോയി. അപ്പൊ എന്റെ മൂക്കുത്തി ഇങ്ങനെ കമന്റ് ചെയ്തോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.